ഹായ് ഫ്രണ്ട്സ്, ഞാൻ കസാക് ബെഞ്ചാലി. ഒരിക്കൽ കൂടി പുതിയ വീഡിയോ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരാണെന്ന് പറയൂ. ഐ വിൽ ടെൽ യുവർ ലൈഫ് ആൻഡ് ഐ വിൽ ടെൽ യുവർ ഫ്യൂച്ചർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നതിനെല്ലാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാകാം, നമ്മുടെ സുഹൃത്തുക്കളാകാം, നമ്മുടെ കൊളീഗ്സ് ആകാം. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു റോള് കൈകാര്യം ചെയ്യുന്നവരാണ്. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ നെഗറ്റീവ് പീപ്പിളുമായിട്ടാണ്, നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടാണ് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ക്വാളിറ്റിയുള്ള പോസിറ്റീവായ ആളുകളുമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാകും. ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും തന്നെ ഡീല് ചെയ്യാൻ പാടില്ലാത്ത, നിങ്ങൾ ഒരിക്കലും തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ലാത്ത 5 ടൈപ്പ് ആളുകളെ കുറിച്ചാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ, നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളിൽ ഇത്തരത്തിലുള്ള സുഹൃത്തുക്കളുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ദം ഓർ യു ഹാവ് ടു ലിമിറ്റ് യുവർ ടൈം സ്പെൻഡിങ് വിത്ത് ദം. സോ പ്ലീസ് നോട്ട് ദിസ് പീപ്പിൾ, ദിസ് ഫോളോയിങ് പീപ്പിൾ, and observe if anybody is there in your friend cycle with these listed people. First one, dishonest people. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് ഡിസോണസ്റ്റ് പീപ്പിൾ. ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകൾ, നിങ്ങളോട് ചതി ചെയ്യുന്ന ആളുകൾ, നിങ്ങളോട് തുടർച്ചയായിട്ട് നുണ പറയുന്ന ആളുകൾ, തുടർച്ചയായിട്ട് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. എത്ര തന്നെ നമ്മൾ സത്യസന്ധരായി കഴിഞ്ഞാലും ശരി, നമ്മൾ എത്ര തന്നെ നല്ലവരായി കഴിഞ്ഞാലും ശരി, നമ്മൾ എത്ര തന്നെ അവരോട് സത്യസന്ധമായിട്ട് പെരുമാറിയാലും ശരി, നമ്മളോട് സത്യസന്ധത പുലർത്താത്ത ആളുകൾ, തുടർച്ചയായിട്ട് നുണ പറയുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലുണ്ടെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ഡോണ്ട് റെസ്പെക്ട് യു. സോ ഡോണ്ട് സ്പെൻഡ് യുവർ ടൈം വിത്ത് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ. ലിമിറ്റ് ദം. നിങ്ങളെ വഞ്ചിക്കുന്ന, സാമ്പത്തിക ക്രമങ്ങളിൽ നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാത്ത, വാക്കുകളിൽ നുണ പറയുന്ന, നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ സർക്കിളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ലിമിറ്റ് ദം. വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കൺട്രോളിങ് പീപ്പിളാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് നമ്മൾ സ്വതന്ത്രരായിരിക്കുമ്പോഴാണ്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഹാർട്ടിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, അല്ലേ? When we follow our heart, we will feel happy and we will feel fulfilled and we will feel content. When we feel being controlled, we will never feel happy. നമ്മൾ മറ്റുള്ള ഒരാളുടെ ആജ്ഞക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ള ഒരാളുടെ കമാൻഡിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ, നമ്മൾ മറ്റുള്ള ഒരാളുടെ കീഴിൽ കാലാകാലവും നിന്നുകൊണ്ട് ജീവിക്കേണ്ടി വരുമ്പോൾ, മറ്റുള്ള ഒരാളാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫുൾ സെൽഫിനെ നമുക്ക് പുറത്തെടുക്കാൻ കഴിയില്ല. നമ്മുടെ ഇന്നർ സെൽഫ് എപ്പോഴും സ്ട്രെസ്ഫുൾ ആയിരിക്കും, ഒരിക്കലും തന്നെ റെസ്പെക്ട്ഫുൾ ആയിരിക്കില്ല, ഡിസ്റെസ്പെക്റ്റഡ് ആയിരിക്കും നമ്മുടെ ഇന്നർ സെൽഫ് ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കുന്നത്, നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ജീവിതകാലം മുഴുവൻ അവരുടെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരുന്നുവെങ്കിൽ, നിങ്ങൾ ഒരിക്കലും തന്നെ നിങ്ങളായിട്ട് ജീവിക്കുന്നില്ല, അത്തരം ആളുകളുണ്ടെങ്കിൽ സ്റ്റോപ്പ് ദം. സ്റ്റോപ്പ് ദം. ഡോണ്ട് സ്പെൻഡ് യുവർ ടൈം വിത്ത് ദം. നിങ്ങൾ ഒരിക്കലും തന്നെ അത്തരം ആളുകളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യരുത്. സ്റ്റോപ്പ് സ്പെൻഡിങ് ടൈം വിത്ത് ദം. മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് നെഗറ്റീവ് പീപ്പിളാണ്. നെഗറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പീപ്പിൾ ഹു ഓൾവേസ് ടെൽ കംപ്ലൈൻറ്റ്, ഓൾവേസ് ആംഗ്രി, ഓൾവേസ് ഷോ എക്സ്പ്രസ് ആംഗ്രി ആൻഡ് ഡിപ്രഷൻസ് ആൻഡ് ഫീൽ ലൈക്ക് എക്സ്പ്രസ് ലൈക്ക് എ വിക്ടിം ആൻഡ് ദേ ഓൾവേസ് ആർഗ്യൂ വിത്ത് പീപ്പിൾ. എപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, എപ്പോഴും കുറ്റം മാത്രം പറയുന്ന ആളുകൾ, എപ്പോഴും മറ്റുള്ളൊരാളെ കുറ്റം പറയുന്ന ആളുകൾ, എപ്പോഴും മറ്റുള്ളൊരാളെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, ജീവിതത്തെക്കുറിച്ച്, ചുറ്റുപാടുകളെ കുറിച്ച്, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, എൻ്റെ അച്ഛൻ ഇങ്ങനെയായി, എൻ്റെ മകൻ ഇങ്ങനെയായി, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെയായി, എൻ്റെ വൈഫ് ഇങ്ങനെയായി, എൻ്റെ ബോസ് ഇങ്ങനെയായി, എൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിങ്ങനെ, എൻ്റെ ടീച്ചർ ഇങ്ങനെയായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ സ്റ്റോപ്പ് ദം. ഇത്തരം ആളുകൾ, അതുപോലെ തന്നെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ, മോശമായിട്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായിൽ തോന്നിയത് മുഴുവൻ പറയുന്ന, ഒരു റെസ്പെക്റ്റും ഇല്ലാതെ എന്തും വിളിച്ച് പറയുന്ന ആളുകളുണ്ടെങ്കിൽ യു ഹാവ് ടു സ്റ്റോപ്പ് ദം. തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഏത് രീതിയിലാണെങ്കിലും, രാഷ്ട്രീയമാവട്ടെ, മതമാവട്ടെ, ജാതിയാവട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിലും തുടർച്ചയായിട്ടും നിരന്തരമായിട്ട് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, തർക്കം എന്ന് പറഞ്ഞാൽ നല്ല തർക്കം, ചീത്ത തർക്കം എന്നില്ല. എല്ലാ തർക്കവും മോശം തർക്കം തന്നെയാണ്.
അതുകൊണ്ട് തന്നെ ഈ തരത്തിൽ നെഗറ്റീവായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ സർക്കിളിലുണ്ടെങ്കിൽ ബെറ്റർ യു സ്റ്റോപ്പ് ദം, ലിമിറ്റ് യുവർ ടൈം സ്പെൻഡിങ് വിത്ത് ദം. നാലാമത്തെ വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്കേഴ്സ് നോട്ട് ഗിവേഴ്സ്. എല്ലാം അങ്ങോട്ട് വേണമെന്ന് ആഗ്രഹിക്കും, എന്നാൽ ഒന്നും ഇങ്ങോട്ട് തരാത്ത ആളുകൾ. ഇതാരാണെന്ന് ഞാൻ കൂടുതൽ പറയണം. ആ വാക്ക് തന്നെ ഇറ്റ് സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. എല്ലാം അങ്ങോട്ട് സ്വന്തമാക്കുക, ഒന്നും തിരിച്ചു കൊടുക്കാതിരിക്കുക. അവർക്ക് നിങ്ങൾ ആവശ്യമുണ്ടാകുമ്പോൾ അവർ വിളിക്കും. നിങ്ങൾ ഫോൺ എടുത്തില്ലെങ്കിൽ അവർ ദേഷ്യപ്പെടും. നിങ്ങൾക്കൊരാവശ്യമുണ്ടാകുന്ന സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ അവർ വരില്ല. നിങ്ങളിൽ നിന്ന് എല്ലാം സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം നിങ്ങളോട് ചേർന്ന് നിൽക്കും. നിങ്ങൾ കൊടുക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ അവർ പോകും. നിങ്ങൾക്കൊരാവശ്യം വരുന്ന സമയത്ത് അവരുണ്ടാകില്ല. അത്തരം ആളുകൾ നിങ്ങളുടെ സൗഹൃദത്തിലുണ്ടെങ്കിൽ, എത്ര വലിയ സുഹൃത്താണെങ്കിലും ശരി, എത്ര വലിയ റിലേറ്റീവ് ആണെങ്കിലും ശരി, എത്ര വലിയ കൊളീഗ് ആണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, സ്റ്റോപ്പ് ദം. ഡോണ്ട് entertain them in your life. And the fifth one, the last one, who is not interested to grow, ജീവിതത്തിൽ കുതിക്കണം, ജീവിതത്തിൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കണം, ജീവിതത്തിൽ കൂടുതൽ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് സ്പെൻഡിങ് ടൈം വിത്ത് ദം. അവർ നല്ലവരാണ്, സ്നേഹമുള്ളവരാണ്, പ്രശ്നക്കാരല്ല, ചതിക്കുന്നവരല്ല, അത്യാവശ്യം ഉപകാരത്തിന് കിട്ടും, എല്ലാം ശരിയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരു മേൽഗതി വേണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ, ജീവിതത്തിൽ ഒരിക്കലും തന്നെ പുരോഗതിയിലേക്ക് ശ്രമിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവരുമായിട്ട് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യരുത്. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി ആഗ്രഹിക്കുന്ന ആളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ അത്തരം ആളുകളുമായിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ പുരോഗതി വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർക്കൊരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്തിനാണ് അതിന് ശ്രമിക്കുന്നത്? ഉള്ളതുകൊണ്ട് കഴിഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ ആ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങളെ ഒരിക്കലും പുറത്തു കിടക്കാൻ സമ്മതിക്കില്ല. അവർ കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നവരാണ്. They won't let you to overcome. They won't let you to cross your comfort zone. So, ഇത്തരത്തിൽ ഈ 5 സുഹൃത്തുക്കളിൽ ആരെങ്കിലും നിങ്ങളുടെ സൗഹൃദത്തിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ you better stop them. അത്തരം ആളുകളെ നിങ്ങളുടെ സൗഹൃദത്തിൽ നിന്ന് സമയം സ്പെൻഡ് ചെയ്യുന്ന ഒഴിവാക്കാം. അവർ സുഹൃത്ത് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവരുമായിട്ടുള്ള സൗഹൃദം പൂർണ്ണമായി ഉപേക്ഷിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവരുമായി സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കണം. നിങ്ങൾ അവരുടെ അടുത്ത് പോയിട്ട് നീ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ നീയുമായിട്ടുള്ള സൗഹൃദം ഒഴിവാക്കുന്നു എന്ന് പോയി പറഞ്ഞിട്ട് ഒഴിവാക്കേണ്ടതില്ല, പറയേണ്ടതുമില്ല. ബട്ട് യു ബെറ്റർ സ്റ്റോപ്പ് ദം ആൻഡ് ഫോക്കസ് ഓൺ യുവർ ഗോൾ, ഡെവലപ്പ് യുവർ മൈൻഡ്, ഡെവലപ്പ് യുവർ സ്കിൽ ആൻഡ് ലിവ് യുവർ ഡ്രീം. ബിക്കോസ് യു ഹാവ് ഓൺലി വൺ ലൈഫ്. You have only one life to live your dream. Thank you so much. It's me, Casac Benjali.